നന്ദേട്ടാ, മോളുറങ്ങി, ഭക്ഷണം എടുക്കട്ടെ? സൗമ്യ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഡൈവേഴ്സ് വേണം. നന്ദേട്ടാ, നന്ദേട്ടൻ എന്താ പറഞ്ഞേ? ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നീ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. എനിക്ക് നിന്നെ പഴയതുപോലെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല. ഞാൻ മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലാണ്. അത് നിന്റെ കുറ്റം കൊണ്ടല്ല. ഓക്കെ, എനിക്ക് ഡിവേഴ്സിന് സമ്മതമാണ്. പക്ഷെ എനിക്ക് കുറച്ച് നിബന്ധനകളുണ്ട്. പറയ്, എന്താ നിന്റെ ഡിമാൻഡ്? ഡിവേഴ്സിന് മുമ്പ് എനിക്കൊരു മാസം സമയം തരണം. കല്യാണത്തിന്റെ ആദ്യ നാളുകളിൽ നമുക്കിടയിലുണ്ടായിരുന്ന പ്രണയം അതെനിക്കൊരു മാസം കൂടി തിരിച്ചു തരണം. സിനു, അച്ഛനിതാ റെഡി. പോവാൻ റെഡിയായില്ലേ? നന്ദേട്ടാ, നമ്മുടെ മോൾ ഇതൊന്നും അറിയരുത്. ചിന്നു, വേഗം എടുക്കാതെ എവിടേക്കാ പോണത്? നന്ദ, എന്താ ഈ കാര്യങ്ങള്? എനിക്കിപ്പോ എന്റെ ഭാര്യയും മകളും ഇല്ലാതെ പറ്റില്ല. നിന്നോട് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റ് അതിപ്പോൾ തിരുത്താൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഭാര്യയോടും മകളോടും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് കാലം എത്ര കഴിഞ്ഞാലും തിരുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എനിക്കിനി നിന്നെ കാണണ്ട. Get lost, you scoundrel.
നന്ദേട്ടൻ എന്നോട് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ വേദന ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നീട് ഞാനിരുന്ന് ഒരുപാട് ആലോചിച്ചു. നന്ദേട്ടൻ എന്നെ വേണ്ടാത്തതുകൊണ്ടല്ലേ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിവോഴ്സ് വേണ്ട. നന്ദേട്ടൻ്റെ ലൈഫിൽ നിന്നും ഞാൻ ഒഴിവായി തന്നാൽ പോരെ. നമ്മുടെ മകൾ എന്നും ഓർക്കുമ്പോഴും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധം ഉദാരമാണെന്ന് അവൾക്ക് തോന്നണം. വിവാഹത്തിലെന്നതുപോലെ ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു. അതുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് വിവാഹദിനം തന്നെ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നന്ദേട്ട. നമ്മുടെ മോളെ പൊന്നുപോലെ നോക്കണേ. അച്ഛാ, അതെന്താ സമയം തെറ്റിയല്ലോ?